നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പ്രക്ഷുബ്ധമായി തുടരുന്നതിനിടയിൽ ഇറാനു നേരെ 10ാം രാത്രിയിലും അതിശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് US. അതേസമയം മേഖലയിൽ ആക്രമണം വ്യാപിപ്പിച്ച ഇറാന് കുവൈറ്റിനു നേരെയും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇതോടെ പശ്ചിമേഷ്യൻ മേഖല പൂർണ്ണമായും യുദ്ധഭീതിയിലായി. ഇറാന്റെ പ്രകോപനമില്ലാതെ ആക്രമണങ്ങൾക്ക് മുന്നിൽ വിട്ടുവീഴ്ചയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് US സെൻട്രൽ കമാൻഡ് ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ, മിസൈൽ വിക്ഷേപണ താവളങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പുതിയ ഘട്ടം ആക്രമണം നടത്തിയത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന ഇറാന്റെ നാവികശേഷി പൂർണ്ണമായും തകർക്കുകയാണ് എന്ന ലക്ഷ്യമെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയത്. ഇറാനു നേരെയുള്ള അമേരിക്കയുടെ ഈ വ്യോമാക്രമണം തുടരുന്നതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിനു നേരെ ഇറാന്റെ ആക്രമണം അതീവ ശക്തമായി തുടരുകയാണ്. ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. ഇതോടെ ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിൽ രക്ഷപ്പെടുകയായിരുന്നു. അമേരിക്ക ആക്രമണം തുടരുന്നിടത്തോളം ഹോർമൂസ് വഴി എണ്ണ കടത്തിവിടില്ല എന്നതാണ് ഇറാന്റെ നയം. കുവൈറ്റിലെ അമേരിക്കയുടെ മിസൈൽ സിസ്റ്റങ്ങൾക്കും നേരെ പ്രത്യാക്രമണം നടത്തിയതായും ഇറാന്റെ അവകാശമുണ്ട്. അതായത് ഇറാന്റെ സൈനിക കമാൻഡർ സെന്ററുകൾ ആക്രമിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ സിരിക്, ബന്ദർ അബ്ബാസ്, ഹഷംദേബ്, ചബഹാർ, കൊനാരക് എന്നീ മേഖലകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് US അവസാനമായി ബോംബാക്രമണം നടത്തിയത്. ഇതിന് ശക്തമായ പ്രത്യാക്രമണവുമായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രംഗത്തെത്തുകയും ചെയ്തു. ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പ്രത്യാക്രമണം നടത്തിയതെന്ന് IRGC സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹോർമൂസിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനായി അമേരിക്ക തുടർച്ചയായി ശക്തമായ വ്യോമാക്രമണം നടത്തുന്നുണ്ട് എങ്കിലും ഇറാന്റെ സ്വാധീനം കുറയ്ക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ജോർദാനിൽ നടന്ന ആക്രമണങ്ങളിൽ 2 US സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്തു. ഇറാഖിലുണ്ടായ മറ്റൊരു സംഭവത്തിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായാണ് USന്റെ സ്ഥിരീകരണം. കഴിഞ്ഞ മാസം ഒപ്പുവെച്ച താൽക്കാലിക വെടിനിർത്തൽ കരാർ തകർന്നടിഞ്ഞതോടെ മേഖലയിൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും സുരക്ഷാ ആശങ്കകളും കൂടുതൽ കടുത്തിരിക്കുകയാണ്. ലോകത്തിലെ 1/5 ക്രൂഡ് ഓയിൽ കടന്നുപോകുന്ന ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിലച്ച മട്ടാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $88 കടന്നു. US പെട്രോൾ വില ഗാലണിന് $4 ഉയരുകയും ചെയ്തു. എങ്കിലും മേഖലയിൽ സമ്പൂർണ്ണ യുദ്ധ സാധ്യത ഏറിയതോടെയാണ് മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാനിലേക്ക് യാത്ര തിരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും മേഖലയിലെ സംഘർഷം നാൾക്കുനാൾ അതീവ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളുമായി നിരവധി ലോകരാഷ്ട്രങ്ങൾ രംഗത്തുണ്ട് എങ്കിലും യുദ്ധം ഒരുവിധവും കരയ്ക്കടുപ്പിക്കാത്ത ലക്ഷണമാണ്. എന്തായാലും യുദ്ധം വരുന്ന നാളുകൾ എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം.